സമരങ്ങൾ നഗരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗവർണർ. സമരങ്ങൾ നടത്തുന്നതിനായി പ്രത്യേക ഇടം കണ്ടെത്തണം. ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് മാതൃകയാക്കാൻ കൗൺസിലർമാർ തയ്യാറാകണമെന്നും ഗവർണർ പറഞ്ഞു. നഗരസഭയിലെ കൗൺസിലർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗവർണർ ഈ ആവശ്യം ഉന്നയിച്ചത്. അതേസമയം ഗവർണറുടെ ചായ സൽക്കാരത്തിൽ ശ്രീലേഖ പങ്കെടുത്തില്ല. സ്ഥലത്തില്ലാത്തതിനാൽ പങ്കെടുത്തില്ലെന്നാണ് വിശദീകരണം. ഗോപാൽ ശില സനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗവർണർ പറഞ്ഞത് നഗരത്തിൽ നിന്ന് സമരങ്ങൾ മാറ്റണം, ജന്തർ മന്തർ മാതൃകയിൽ ഒരു സ്ഥലം വേണമെന്നാണ്. പുത്തരിക്കണ്ടത്തൊക്കെ കൊണ്ടുപോയിട്ട് സമരം ചെയ്യണം എന്നുള്ളതാണോ ഗവർണർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഗോപാൽ ശില സനലാണ് നമുക്കൊപ്പം ചേരുക. എന്തായാലും നഗരങ്ങളിൽ ഇനി സമരം ചെയ്യേണ്ടതില്ല, പകരം അതിനൊരു പ്രത്യേക സ്ഥലം ഒരുക്കി കൊടുക്കണം, ഒരു പ്രത്യേക ഇടം കണ്ടെത്തണം എന്നൊക്കെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. നല്ല ആശയമാണ്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അവിടെ ഗതാഗത തടസ്സമുണ്ടാവുന്നതും അവിടെ കച്ചവടത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതും ഒക്കെ നമുക്കറിയാം. നമുക്കിപ്പം ഗോപാലുണ്ട്. ഗോപാൽ, എന്റെ ചോദ്യം അങ്ങ് കേട്ടുവെന്ന് കരുതുന്നു. ഗോപാൽ, ഈ ജന്തർ മന്തർ മാതൃകയിൽ പ്രത്യേക ഇടം വേണം എന്നുള്ളതാണോ ഗവർണർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പുത്തരിക്കണ്ടത്തേക്കൊക്കെ സമരം മാറ്റേണ്ടി വരുമോ ഇനി? അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഗവർണർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് വൈകുന്നേരം നഗരസഭയിലെ പുതിയ കൌൺസിലർമാർക്ക് ഗവർണർ ലോക് ഭവനിൽ വെച്ച് ഒരു ചായ സൽക്കാരം നടത്തിയിരുന്നു. ആ ചായ സൽക്കാരത്തിനിടെയാണ് ഇത്തരത്തിലൊരു ആശയം ഗവർണർ മുന്നോട്ട് വെച്ചത്. അതായത് തലസ്ഥാന നഗരം എന്ന നിലയ്ക്ക് നഗരത്തിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്, വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ സമര പരിപാടികൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ സമരം ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് ഗവർണർ കൌൺസിലർമാർക്ക് നൽകിയത്. അതിനോടൊപ്പം തന്നെ ഈ സമരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് അവിടെ സമരം ചെയ്താൽ അത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൌൺസിലർമാർ പൊതുജനങ്ങൾക്ക് ട്രാഫിക് മര്യാദ, അതായത് ഗതാഗത നിയമങ്ങൾ പാലിച്ച് മാതൃകയാകണം എന്ന ഒരു ആശയം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്തായാലും ഭൂരിഭാഗം കൌൺസിലർമാരും ഇന്ന് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. കൌൺസിലർമാരും ഈ ആവശ്യങ്ങളോടും ആശയങ്ങളോടും എല്ലാം തന്നെ അനുഭാവപൂർവ്വത്തിലുള്ള മറുപടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിലേക്കുള്ള മാറ്റമോ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലോ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതാണ്, ഇതിന്റെ ഭാവിയാണ് കണ്ടറിയേണ്ടത്. ഓക്കെ, താങ്ക് യു. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.